ഹലോ കൂട്ടുകാരെ, കൂട്ടുകാർക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് തന്ന ഹോംവർക്കുകൾ എല്ലാവരും പൂർത്തിയാക്കിയോ? നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതാണ്? ഓർമ്മിക്കുന്നുണ്ടോ? എങ്കിൽ പറയൂ. അതെ, ഒരുമയുടെ ആഘോഷം. ഒരുമയുടെ ആഘോഷം. സ്കൂളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾ പൂക്കളം ഒരുക്കിയത് നാം കണ്ടു അല്ലേ? ഇനി ഘോഷയാത്ര. ഘോഷയാത്ര. പൂക്കളം തീർത്തു. പൂക്കളം തീർത്തു. അന്നഹയും ഉനേസും മറ്റു കൂട്ടുകാരും കൊണ്ടുവന്ന പൂക്കൾ കൊണ്ട് അവർ സ്കൂളിൽ പൂക്കളം തീർത്തു. ഇനി ഘോഷയാത്ര. പൂക്കളം ഒരുക്കിക്കഴിഞ്ഞ് അടുത്തത് എന്താണ്? ഘോഷയാത്രയാണ്. ചെണ്ടമേളം ഉയർന്നു. ചെണ്ടമേളം ഉയർന്നു. ഘോഷയാത്രയ്ക്ക് തുടക്കമായി. ചെണ്ടമേളം ഉയർന്നു. രഘു മാവേലിയായി. രഘു മാവേലിയായി. ആരാണ് മാവേലിയായി വേഷം ഇട്ടത്? അതെ, രഘു. രഘു മാവേലിയായി. അസലായി. റിയാസ് പറഞ്ഞു. റിയാസ് എന്താണ് പറഞ്ഞത്? അസലായി. അതായത് രഘു മാവേലിയായത് അസലായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. റിയാസ് പറഞ്ഞു. നഗരം ചുറ്റി ഘോഷയാത്ര സ്കൂളിൽ തിരിച്ചെത്തി. നഗരം ചുറ്റി ഘോഷയാത്ര സ്കൂളിൽ തിരിച്ചെത്തി. സ്കൂളിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങി നഗരം ചുറ്റി തിരിച്ച് സ്കൂളിലെത്തി. അപ്പോൾ ഘോഷയാത്രയുടെ ചിത്രം കണ്ടുവോ? ഘോഷയാത്രയിൽ എന്തൊക്കെയാണ് കാണുന്നത്? നോക്കൂ, എന്തൊക്കെയുണ്ട് ഘോഷയാത്രയിൽ? അതെ, ചെണ്ടമേളമുണ്ട്, പുലികളിയുണ്ട്, മുത്തുക്കുടയുണ്ട്, ഓലക്കുടയുണ്ട്, കുഴൽ വിളിക്കുന്നുണ്ട്. പിന്നെയോ? അതെ, തോരണവും കെട്ടിയിട്ടുണ്ട് അല്ലേ? പറയാം. ഘോഷയാത്രയിൽ എന്തൊക്കെ കാഴ്ചകൾ? ഘോഷയാത്രയിൽ എന്തൊക്കെ കാഴ്ചകൾ? വായിക്കാം. വായിക്കാം. കൂട്ടുകാരും കൂടെ വായിക്കണേ. മുത്തുക്കുട. മുത്തുക്കുട. തോരണം. തോരണം. ചെണ്ട. ചെണ്ട. പുലികളി. പുലികളി. ഓലക്കുട. ഓലക്കുട. കുഴൽ. കുഴൽ. ഘോഷയാത്രയിൽ എന്തൊക്കെ കാഴ്ചകളാണുള്ളത്? മുത്തുക്കുടയുണ്ട്, പുലികളിയുണ്ട്, തോരണം കെട്ടിയിട്ടുണ്ട്, ഓലക്കുട ചൂടിയിട്ടുണ്ട്. അതെ, ചെണ്ടമേളമുണ്ട്, കുഴൽവിളിയുണ്ട് അല്ലേ? ഇനി പറയാം എഴുതാം. പറയാം എഴുതാം. കൂട്ടുകാരും എൻ്റെ കൂടെ കൂടി പറയണേ.
ഘോഷയാത്ര തുടങ്ങി. ഘോഷയാത്ര തുടങ്ങി. ചെണ്ടമേളം ഉയർന്നു. ചെണ്ടമേളം ഉയർന്നു. മുത്തുക്കുടകൾ നിരന്നു. മുത്തുക്കുടകൾ നിരന്നു. പുലികളി. ഈ അടുത്ത പദം നമ്മൾ പൂരിപ്പിക്കണം. പുലികളി ഡാഷ്. കുറച്ച് വാക്കുകൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ? അതിൽ നിന്ന് ചേരുന്ന പദമെടുത്ത് വാക്കെടുത്ത് നാം പൂരിപ്പിക്കണം. പുലികളി കളിച്ചു. പുലികളി കളിച്ചു. ഡാഷ് കെട്ടി. അവിടെ എന്തായിരിക്കും കെട്ടിയത്? പറയൂ. അതെ, തോരണം കെട്ടി. തോരണം കെട്ടി. അടുത്തത് 2 വാക്യങ്ങൾ കൂടി എഴുതാനായിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മളത് എഴുതണം. ഏതാണ് അടുത്തത്? ഓലക്കുട ചൂടി. ഓലക്കുട ചൂടി. കുഴൽ വിളിച്ചു. കുഴൽ വിളിച്ചു. ഒന്നുകൂടി പറയാം. നിങ്ങളും എൻ്റെ കൂടെ പറയണേ. ഘോഷയാത്ര തുടങ്ങി. ചെണ്ടമേളം ഉയർന്നു. മുത്തുക്കുടകൾ നിരന്നു. പുലികളി കളിച്ചു. കളിച്ചു എന്ന പദം അവിടെ എഴുതണം. ആ വാക്ക് അവിടെ എഴുതണം. പുലികളി കളിച്ചു. തോരണം കെട്ടി. അവിടെ എന്താണ് എഴുതേണ്ടത്? അതെ, തോരണം. തോരണം കെട്ടി. ഓലക്കുട ചൂടി. ഓലക്കുട ചൂടി. ഓലക്കുട ചൂടി എന്ന് ആ വരയിൽ എഴുതണം. അതവിടെ വിട്ടിരിക്കുന്ന സ്ഥലത്ത് എഴുതണം. അടുത്തത് കുഴൽ വിളിച്ചു. കുഴൽ വിളിച്ചു. അതും അവിടെ എഴുതണം. ശരി. സ്കൂളിലെ ഓണാഘോഷം. സ്കൂളിലെ ഓണാഘോഷം. കുട്ടികളെല്ലാം മുറ്റത്തേക്ക് വന്നോളൂ, ഓണക്കളികൾ തുടങ്ങുകയായി. ഓമന ടീച്ചർ ഓർമ്മിപ്പിച്ചു. കുട്ടികളെല്ലാം മുറ്റത്തേക്ക് വന്നോളൂ, ഓണക്കളികൾ തുടങ്ങുകയായി. ആരാണ് ഓർമ്മിപ്പിച്ചത്? അതെ, ഓമന ടീച്ചർ. ഘോഷയാത്ര സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അടുത്തത് ഓണക്കളികളാണ്. അതുകൊണ്ട് കുട്ടികളെല്ലാവരും മുറ്റത്തേക്ക് വന്നോളൂ എന്ന് ഓമന ടീച്ചർ പറഞ്ഞു. കസേരകളി, തലപ്പന്തുകളി, കിളിത്തട്ട്, ഊഞ്ഞാലാട്ടം. കസേരകളി, തലപ്പന്തുകളി, കിളിത്തട്ട്, ഊഞ്ഞാലാട്ടം, അങ്ങനെ പല കളികൾ അല്ലേ? ഏതൊക്കെ കളികളുടെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പറയൂ. അതെ, കസേരകളി, തലപ്പന്തുകളി, കിളിത്തട്ട്, ഊഞ്ഞാലാട്ടം. എല്ലാവരും ഒപ്പം കൂടി പല കളികൾ കളിച്ചു. എല്ലാവരും ഒപ്പം കൂടി പല കളികൾ കളിച്ചു.
ആരും മാറി നിന്നില്ല. എല്ലാവരും ഒത്തുചേർന്ന് പല കളികൾ കളിച്ചു. നേരം ഉച്ചയായി. പൂക്കളമിട്ടു. ഘോഷയാത്ര കഴിഞ്ഞു. ഓണക്കളികളും കഴിഞ്ഞു. ഇപ്പോൾ സമയം നേരം എത്രയായി? ഉച്ചയായി. നേരം ഉച്ചയായി. നല്ല മണം, പപ്പടം കാച്ചുന്ന മണം. ഉച്ചയാകുമ്പോൾ വിശപ്പുണ്ടാവും അല്ലേ? നല്ല മണം, പപ്പടം കാച്ചുന്ന മണം. എല്ലാവരും കൈ കഴുകി സദ്യ ഉണ്ണാൻ ഇരുന്നു. ഉച്ചയായപ്പോൾ എല്ലാവരും കൈ കഴുകി സദ്യ ഉണ്ണാൻ ഇരുന്നു. ഇലയിട്ടു. ചോറും കറികളും വിളമ്പി. എല്ലാവരും കൈ കഴുകി സദ്യ ഉണ്ണാൻ ഇരുന്നപ്പോൾ ഇലയിട്ടു. ചോറുണ്ണാനുള്ള ഇലയിട്ടു. ചോറും കറികളും വിളമ്പി. പായസത്തിന് നല്ല മധുരം. ഊർമിള പറഞ്ഞു. ഊർമിള എന്താണ് പറഞ്ഞത്? പായസത്തിന് നല്ല മധുരം. പാടാം. ഇനി ഒരു പാട്ടാണ്. ആദ്യം മിസ്സ് ഒരു പ്രാവശ്യം പാടി കേൾപ്പിക്കാം. അത് കഴിഞ്ഞ് നിങ്ങളും മിസ്സിൻ്റെ കൂടെ ചേർന്ന് പാടണം കേട്ടോ. ഓണക്കറികൾ പലതുണ്ടേ, പയ്യെ പയ്യെ വിളമ്പാം ഞാൻ. പരിപ്പ് പപ്പടം ഉപ്പേരി, പച്ചടി കിച്ചടി സാമ്പാർ. ഓലൻ കാളൻ പുളിയിഞ്ചി, രസവും മോരും അച്ചാറും. അടയും പഴവും പായസവും, ഓണസദ്യ കെങ്കേമം. ഓണക്കറികൾ പലതുണ്ടേ, പയ്യെ പയ്യെ വിളമ്പാം ഞാൻ. പരിപ്പ് പപ്പടം ഉപ്പേരി, പച്ചടി കിച്ചടി സാമ്പാർ. ഓലൻ കാളൻ പുളിയിഞ്ചി, രസവും മോരും അച്ചാറും. അടയും പഴവും പായസവും, ഓണസദ്യ കെങ്കേമം. ഓണക്കറികൾ പലതുണ്ട്. പല പല കറികളുണ്ട് ഓണസദ്യക്ക്. പയ്യെ പയ്യെ വിളമ്പാൻ ഞാൻ. ഓരോന്നായിട്ട് പതിയെ പതിയെ ഞാൻ വിളമ്പാം. ഏതൊക്കെ കറികളാണുള്ളത്? പരിപ്പ്, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, സാമ്പാർ, ഓലൻ, കാളൻ, പുളിയിഞ്ചി, രസം, മോര്, അച്ചാർ, പിന്നെ അട, പഴം, പായസം. ഇതെല്ലാം കൂടെ ചേർന്ന് ഓണസദ്യ കെങ്കേമം. ധാരാളം കറികളുണ്ടല്ലേ? ഒത്തിരി കറികളുണ്ട്. പഴമുണ്ട്, പപ്പടമുണ്ട്, പായസമുണ്ട്. എല്ലാം കൊണ്ടും ഓണസദ്യ കെങ്കേമം. ഒന്നുകൂടി പാടാം. നിങ്ങളും എൻ്റെ കൂടെ ചേർന്നു ഉച്ചത്തിൽ പാടണേ. ഓണക്കറികൾ പലതുണ്ടേ, പയ്യെ പയ്യെ വിളമ്പാം ഞാൻ. ഓണക്കറികൾ പലതുണ്ടേ, പയ്യെ പയ്യെ വിളമ്പാം ഞാൻ. പരിപ്പ് പപ്പടം ഉപ്പേരി, പച്ചടി കിച്ചടി സാമ്പാർ. പരിപ്പ് പപ്പടം ഉപ്പേരി, പച്ചടി കിച്ചടി സാമ്പാർ. ഓലൻ കാളൻ പുളിയിഞ്ചി, രസവും മോരും അച്ചാറും. ഓലൻ കാളൻ പുളിയിഞ്ചി, രസവും മോരും അച്ചാറും. അടയും പഴവും പായസവും,
ഓണസദ്യക്കെങ്കേമം അടയും പഴവും പായസവും ഓണസദ്യക്കെങ്കേമം. എഴുതൂ. അടുത്തത് എഴുതൂ. ഓണത്തിന് എന്തൊക്കെ വിഭവങ്ങൾ? ഓണത്തിന് എന്തൊക്കെ വിഭവങ്ങൾ? അവിടെ രണ്ടെണ്ണത്തിൻ്റെ പേര് തന്നിട്ടുണ്ടല്ലേ? ഏതൊക്കെയാണ്? പരിപ്പ്, പായസം. വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഓണസദ്യക്ക് എന്നാണ് നാം അവിടെ എഴുതേണ്ടത്. ആദ്യത്തേത് തന്നിട്ടുണ്ടല്ലേ? പരിപ്പ്. അടുത്തത് പറയൂ, വേറെന്താണ്? പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, സാമ്പാർ, ഓലൻ, കാളൻ, പുളിയിഞ്ചി, രസം, മോര്, അച്ചാർ, അട, പഴം, പായസം. ഓണസദ്യക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്ന് ഒന്നുകൂടി പറയാം. നിങ്ങളും എൻ്റെ കൂടെ പറയണേ. പരിപ്പ്, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, സാമ്പാർ, ഓലൻ, കാളൻ, പുളിയിഞ്ചി, രസം, മോര്, അച്ചാർ, അട, പഴം, പായസം. അടുത്തത് വാക്യങ്ങൾ എഴുതാം. വാക്യങ്ങൾ എഴുതാം. 3 കളങ്ങളിലായി കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്. അവ ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കണം. ആദ്യത്തെ കളത്തിൽ ഉമ, ഊർമിള, ഉനൈസ്, ഉണ്ണി. ഉമ, ഊർമിള, ഉനൈസ്, ഉണ്ണി. രണ്ടാമത്തെ കളത്തിൽ ഓണപ്പാട്ട്, ഓണക്കോടി, ഓണപ്പൂക്കളം, ഓണസദ്യ. ഓണപ്പാട്ട്, ഓണക്കോടി, ഓണപ്പൂക്കളം, ഓണസദ്യ. അടുത്ത കളത്തിൽ ഉടുത്തു, ഇട്ടു, ഉണ്ടു, പാടി. ഉടുത്തു, ഇട്ടു, ഉണ്ടു, പാടി. ഈ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കി എഴുതണം. ഒരു വാക്യം അവിടെ തന്നിട്ടുണ്ട്, വായിക്കാം. ഉനൈസ് ഓണസദ്യ ഉണ്ടു. ഉനൈസ് ഓണസദ്യ ഉണ്ടു. അടുത്തത് വാക്യങ്ങൾ നാം ഉണ്ടാക്കണം. ഉമ ഓണപ്പാട്ട് പാടി. ഉമ ഓണപ്പാട്ട് പാടി. ഊർമിള ഓണക്കോടി ഉടുത്തു. ഊർമിള ഓണക്കോടി ഉടുത്തു. അതും അവിടെ എഴുതണം. ഉനൈസ് ഓണപ്പൂക്കളം ഇട്ടു. ഉനൈസ് ഓണപ്പൂക്കളം ഇട്ടു. ഉണ്ണി ഓണസദ്യ ഉണ്ടു. ഉണ്ണി ഓണസദ്യ ഉണ്ടു. ഒന്നുകൂടി വായിക്കാം. ഉനൈസ് ഓണസദ്യ ഉണ്ടു. ഉനൈസ്
ഓണസദ്യ ഉണ്ടു. ഉമ ഓണപ്പാട്ട് പാടി. ഉമ ഓണപ്പാട്ട് പാടി. ഊർമിള ഓണക്കോടി ഉടുത്തു. ഊർമിള ഓണക്കോടി ഉടുത്തു. ഉനൈസ് ഓണപ്പൂക്കളം ഇട്ടു. ഉനൈസ് ഓണപ്പൂക്കളം ഇട്ടു. ഉണ്ണി ഓണസദ്യ ഉണ്ടു. ഉണ്ണി ഓണസദ്യ ഉണ്ടു. ഇനി നമ്മൾ ഇന്ന് പഠിച്ചത് എഴുതി പഠിക്കാം. ആദ്യത്തെ ചോദ്യം, ഘോഷയാത്രയിൽ എന്തൊക്കെയാണ് കണ്ടത്? ഘോഷയാത്രയിൽ എന്തൊക്കെയാണ് കണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? മുത്തുക്കുട, തോരണം, ചെണ്ട, പുലികളി, ഓലക്കുട, കുഴൽ. ഘോഷയാത്രയിൽ എന്തൊക്കെയാണ് കണ്ടത്? മുത്തുക്കുട, തോരണം, ചെണ്ട, പുലികളി, ഓലക്കുട, കുഴൽ. അടുത്തത് എന്താണ്? അതെ, ഓണത്തിന് എന്തൊക്കെ വിഭവങ്ങൾ? ഓണത്തിന് എന്തൊക്കെ വിഭവങ്ങൾ? ഓണസദ്യയ്ക്കല്ല, ഓണത്തിന് എന്തൊക്കെയാണ് ഉള്ളത്? ഏതെങ്കിലും 5 എണ്ണത്തിൻ്റെ പേര് എഴുതി പഠിച്ചാൽ മതിയാകും. ഏതെങ്കിലും 5 എണ്ണത്തിൻ്റെ പേര് എഴുതി പഠിച്ചാൽ മതിയാകും. പരിപ്പ്, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി. ഓണത്തിന് എന്തൊക്കെ വിഭവങ്ങളാണുള്ളത്? പരിപ്പ്, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി. അടുത്തത് വാക്യങ്ങൾ എഴുതാം. വാക്യങ്ങൾ എഴുതാം. ഉനൈസ് ഓണസദ്യ ഉണ്ടു. ഉനൈസ് ഓണസദ്യ ഉണ്ടു. ഉമ ഓണപ്പാട്ട് പാടി. ഉമ ഓണപ്പാട്ട് പാടി. ഉമ ഓണപ്പാട്ട് പാടി. ഊർമിള ഓണക്കോടി ഉടുത്തു. ഊർമിള ഓണക്കോടി ഉടുത്തു. ഉനൈസ് ഓണപ്പൂക്കളം ഇട്ടു. ഉനൈസ് ഓണപ്പൂക്കളം ഇട്ടു. ഉണ്ണി ഓണസദ്യ ഉണ്ടു. ഉണ്ണി ഓണസദ്യ ഉണ്ടു. ഇവ നിങ്ങളുടെ മലയാളം നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു.